ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GD കോൺസ്റ്റബിളിൻ്റെ 2023 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളുണ്ട്, നമുക്ക് 10 മിനിറ്റുള്ളിൽ നോക്കി തീർക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. സംഗീത് നാടക അക്കാഡമി അവാർഡ്സ് അക്കാഡമി പുരസ്കാർ ക്യാരീസ്. എന്താണ് സംഗീത് നാടക അക്കാഡമി അവാർഡിലെ കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് എത്രയാണ് അവാർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാൽ ₹50,000 അലോങ് വിത്ത് താമ്രപത്ര ആൻഡ് അംഗവസ്ത്ര, ₹3 lakh, ₹50,000, ₹1 lakh അലോങ് വിത്ത് താമ്രപത്ര ആൻഡ് അംഗവസ്ത്ര. ആൻസർ എന്താ വരുന്നത്? സംഗീത നാടക അക്കാഡമി അവാർഡ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ക്യാരീസ് ₹1 lakh, പിന്നെ ഒരു താമ്രപത്രയും അതേപോലെ തന്നെ ഒരു അംഗവസ്ത്രവും ഉണ്ടാകും. സോ നമ്മുടെ ആൻസർ വരുന്നത് ₹1 lakh ആണ്. നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വാസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് സെറ്റപ്പ് ഇൻ 1976. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ 1976 കാണുമ്പോഴാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നത്. 1976 എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി കണ്ടതാണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സോ അതനുസരിച്ചാണ് 1976 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഒക്കെ വരുന്നത്. സോ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഫുഡ്സ് വിത്ത് സ്റ്റാർച്ച് ഇൻ ദം വിൽ ടേൺ ബ്ലൂ ബ്ലാക്ക് വെൻ ദേ കം ഇൻ കോൺടാക്ട് വിത്ത്. സോ സ്റ്റാർച്ച് ഉള്ള ഫുഡ് എന്തുമായിട്ട് കോൺടാക്റ്റ് വരുമ്പം അതിൻ്റെ കളർ ഒരു ബ്ലൂ ബ്ലാക്ക് ആയിട്ട് മാറാറുണ്ട്. അതെന്തുമായിട്ട് കോൺടാക്റ്റിൽ വരുമെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സോൾട്ട്, അയഡിൻ, ബ്ലൂ ലിറ്റ്മസ്, റെഡ് ലിറ്റ്മസ്. അപ്പോൾ നമുക്കറിയാം ആൻസർ എന്താ വരുന്നത്? അയോഡിനും സ്റ്റാർച്ചും കൂടി കോൺടാക്റ്റിൽ വരുമ്പോഴാണ് കളർ ചേഞ്ച് ആവുന്നത്, ബ്ലൂ ബ്ലാക്ക് ആവുന്നത്. നെക്സ്റ്റ്, ദ മെമ്പേഴ്സ് ഓഫ് എ വിധാൻ പരിഷത്ത് ആർ ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് എത്ര ഇയേഴ്സ്? സോ ദ മെമ്പേഴ്സ് ഓഫ് വിധാൻ പരിഷത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ രണ്ടാമത്തെ ഒരു ഹൗസാണ് വിധാൻ പരിഷത്ത് എന്ന് പറയുന്നത്. സോ ദേ ആർ ഇലക്റ്റഡ് ഫോർ എ ടേം ഓഫ് എത്ര ഇയേഴ്സ് ആണ്? 6 years ആണ്, ഫോർ എ ടേം ഓഫ് 6 years. Next question, why did Muhammad Ali Jinnah, Madan Mohan Malviya and Mazhar ul Haq resign from the Imperial Legislative Council? സോ മുഹമ്മദ് അലി ജിന്നയും മദൻ മോഹൻ മാലവിയയും അതേപോലെ മസർ ഉൽ ഹക്കും എന്തുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് റിസൈൻ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ടു സപ്പോർട്ട് ദ റൗലത്ത് ആക്ട്, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ സൈമൺ കമ്മീഷൻ, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ റൗലത്ത് ആക്ട്, ടു സപ്പോർട്ട് ദി സൈമൺ കമ്മീഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി റൗലത്ത് ആക്ട്. സോ റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മുഹമ്മദ് അലി ജിന്നയും മദൻ മോഹൻ മാളവിയും മസർ ഉൽ ഹക്കും ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് റിസൈൻ ചെയ്തത്. നെക്സ്റ്റ് വൺ, ഇൻ എ ഫുട്ബോൾ മാച്ച് ദ ലെങ്ത് ഓഫ് എ പിച്ച് മസ്റ്റ് ബി ബിറ്റ്വീൻ ഡാഷ് ആൻഡ് 120 meter. എത്രയാണ്? 105 meter, 110 meter, 100 meter, 90 meter. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 90 മീറ്ററും 120 മീറ്ററിന് ഇടയിലായിരിക്കണം ദ ലെങ്ത് ഓഫ് ദ പിച്ച് എന്ന് പറയുന്നത് ഫുട്ബോൾ മാച്ചിൽ. Next one, the state government under Consumer Protection Act 2019 by notification shall establish a dash in each district of the state. അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ ജില്ലയിലും എന്തോ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറയുന്നുണ്ട്. എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഉത്തരം. കാരണം ഓരോ ഡിസ്ട്രിക്റ്റിലും എന്തായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷനാണ് ഓരോ ജില്ലയിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. സോ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസലാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും അതല്ലേ വരുന്നത്, അല്ലാതെ നാഷണലോ സ്ട്രീറ്റോ അല്ലെങ്കിൽ ലോക്കൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് സെൻറ്ററോ ആവാൻ സാധ്യതയില്ല. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എൻഹാൻസസ്. സോ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പം അവിടെ എന്താണ് കൂടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നേഷൻസ് ലോൺ, ഫോറിൻ എക്സ്ചേഞ്ച്, ലോക്കൽ ഡെറ്റ്, എക്സ്പെൻസസ്. നമുക്കറിയാം എക്സ്പോർട്ട് കൂടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ വരുന്നത്? നമുക്ക് ഇങ്ങോട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ആണ് വരുന്നത്. സോ ഫോറിൻ എക്സ്ചേഞ്ച് ആണ് നമുക്ക് അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വിൽ ബി ജനറേറ്റഡ് ബൈ ദി agricultural sector in case when it employs additional laborers only for some time of the year like the harvest season. അതായത് ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഈ അൺഎംപ്ലോയ്മെൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ കുറച്ച് കാലം മാത്രമേ എംപ്ലോയ്മെൻ്റ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയ്മെൻ്റ് ഇല്ല. അപ്പോൾ ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിന് എന്ത് പേര് വെച്ച് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? സൈക്ലിക് അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. നമുക്കറിയാം ഇതിനെന്താണ് പറയുന്നത്? സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു പ്രത്യേക സീസണിൽ മാത്രമേ എംപ്ലോയ്മെൻ്റ് ഉള്ളൂ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എംപ്ലോയ്മെൻ്റ് ഇല്ല. സോ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നെക്സ്റ്റ്, എ ഡാഷ് ഈസ് എ ഡിപ്പോസിറ്റ് അക്കൗണ്ട്
ഓപ്റ്റഡ് ഫോർ ബൈ മെനി ഹൂ വിഷ് ടു സേവ് എ സർട്ടൻ പാർട്ട് ഓഫ് ദെയർ ഏർണിങ്സ്. സോ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. ആ ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് എല്ലാവരും ഒരു ഏർണിങ്സിൻ്റെ ഒരു പാർട്ട് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡെപ്പോസിറ്റ് അക്കൗണ്ടിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഡിബെഞ്ചർ, സേവിങ്സ് അക്കൗണ്ട്, ഷെയർ ലോൺ. നമുക്ക് ഓപ്ഷൻസ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ എന്താ പറയുന്നത്? നമ്മളെല്ലാം ബാങ്കിൽ പോയി ഇടുന്നത് എന്താണ്? സേവിങ്സ് അക്കൗണ്ടാണ്. നമ്മുടെ ഏർണിങ്സ് ഒക്കെ ഇടുന്നത് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലാണ്. അടുത്തത്, ഹൂ ബിക്കെയിം ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം ധാംനഗർ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ഒഡീഷ. സോ ധാംനഗർ ഒഡീഷയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടുത്തെ MLA ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നവംബർ 2022 നടന്ന ഒരു അസംബ്ലി ഇലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻസ് ചന്ദ്രകാന്ത് ജാദവ്, നവീൻ പട്നായിക്, സൂര്യവൻഷി സൂരജ്, വിഷ്ണു സേത്തി. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? സൂര്യവൻഷി സൂരജ് ആണ് ധാംനഗർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് MLA ആയത്. ധാംനഗർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് MLA ആയ വ്യക്തി. Now next one, which of the following former chief economic advisors has been appointed as the full-time member of the National Institution for Transforming India Ayog in November 22? So former chief economic advisor കൂട്ടത്തിൽ ഫോമർ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഇപ്പോൾ ഒരു ഫുൾ ടൈം മെമ്പർ ആയിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് അരവിന്ദ് വീരമണി, ശ്രീധരൻ കൃഷ്ണകുമാർ സതീഷ്, രാജേഷ് ശർമ്മ, വിജയ് കുമാർ സരസ്വത്. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? അരവിന്ദ് വീരമണി. നെക്സ്റ്റ് വൺ, വിച്ച് 2 gases ആർ റിലീസ്ഡ് വെൻ ലെഡ് നൈട്രേറ്റ് ഈസ് ഹീറ്റഡ്. സോ ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുമ്പം ഏത് ഗ്യാസാണ് റിലീസ് ചെയ്യുന്നത്? എന്താണ് വരുന്നത്? നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ആണ് അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത്. നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ. ഡയോക്സൈഡാണ് ഇവിടെ. ബി ഓപ്ഷൻ നോക്കുക. ബി ഓപ്ഷനിൽ നൈട്രജൻ ഓക്സൈഡ് ഉണ്ട്. അതല്ല നമുക്ക് വേണ്ടത് നൈട്രജൻ ഡയോക്സൈഡാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി വോൾക്കാനോസ് വിച്ച് ഹാവ് നോട്ട് ഇറപ്റ്റഡ് ഫോർ എ വെരി ലോങ് ടൈം ബട്ട് മൈറ്റ് ഇറപ്റ്റ് ഇൻ ഫ്യൂച്ചർ കോൾഡ്. സോ കുറേ കാലത്തായിട്ട് ഇതുവരെ അത് അഗ്നിപർവ്വതം ഇറപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇറപ്റ്റ് ചെയ്യാം, ഭാവിയിൽ ഇറപ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള വോൾക്കാനോസിനെ നമ്മൾ എന്താ പറയുന്നത്? ഷീൽഡ് വോൾക്കാനോ, ഡോമൻറ്റ് വോൾക്കാനോ, എക്സ്റ്റിൻറ്റ് വോൾക്കാനോ, ആക്റ്റീവ് വോൾക്കാനോ. എന്താണ് അങ്ങനെയുള്ള വോൾക്കാനോസിനെ നമ്മൾ പറയുന്നത്? ഡോമൻറ്റ് വോൾക്കാനോസ് എന്നാണ്. The next one, the Gode Modini dance is a folk dance form associated with. Gode Modini എന്ന് പറയുന്ന ഡാൻസ് ഫോം, കുതിരമുഖം, അതാണ് ആ ഡാൻസ് ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റുമായിട്ടാണ്? ഗോവയുമായിട്ടാണ് ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാട്ടി ബിഹു, ബിഹു തന്നെ നമ്മൾ പഠിച്ചിട്ട് 3 തരത്തിലുള്ള ബിഹു ഉണ്ട്. അതിൽ കാട്ടി ബിഹു, വൺ ഓഫ് ദ 3 ബിഹു ഫെസ്റ്റിവൽസ് ഓഫ് ആസാം, ഇസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ, ജാനുവരി, ഏപ്രിൽ, ഒക്ടോബർ. അപ്പോൾ കാട്ടി ബിഹു എന്ന് പറയുന്നത് എപ്പോഴാണ് ആഘോഷിക്കപ്പെടുന്നത്? ഒക്ടോബറിലാണ് കാട്ടി ബിഹു ആഘോഷിക്കപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യാസ് ഫസ്റ്റ് എവർ സായി സെൻറ്റർ ഫോർ എക്സലൻസ് ഫോർ മൗണ്ടൻ ടെറൻ ബൈക്കിംഗ് ആൻഡ് ബൈസിക്കിൾ മോട്ടോക്രോസ് ഈസ് ടു ബി സെറ്റപ്പ് ഇൻ. സോ സായി സെൻറ്റർ എന്ന് പറയുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ മൗണ്ടൻ ടെറൻ ബൈക്കിംഗ് ആണ്. മൗണ്ടനിലുള്ള ബൈക്കിങ്ങും മൗണ്ടൻ്റെ ആ ഒരു ടെറൈനിലുള്ള ബൈക്കിങ്ങും അതേപോലെ തന്നെ ബൈസിക്കിൾ മോട്ടോക്രോസ് എന്ന് പറയുന്ന ഒരു സെൻറ്ററും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എവിടെയാണ് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ലഡാക്ക്, ശ്രീനഗർ, ഷിംല, നൈനിത്താൾ. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഷിംലയിലാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ ഡാഷ് വാസ് സെറ്റപ്പ് ഇൻ 1963 വിത്ത് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് സീഡ് പ്രൊഡക്ഷൻ, പെർട്ടിക്കുലർലി ദ ഫൗണ്ടേഷൻ സ്റ്റോക്ക് ഓഫ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്. സോ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സിന് വേണ്ടിയിട്ട് ഒരു കോർപ്പറേഷൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1963 സ്ഥാപിച്ചതാണ്. അതേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എന്താ വരുന്നത്? നാഷണൽ സീഡ്സ് കോർപ്പറേഷനാണ് അങ്ങനെ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസിന് വേണ്ടിയിട്ട്, അതിൻ്റെ സ്റ്റോക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, സീഡ് പ്രൊഡക്ഷൻ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ സ്ഥാപിച്ചെടുത്തത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് വാജി മഹാജനപദ. സോ വാജി മഹാജനപദയുടെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വൈശാലി, പാട്ലിപുത്ര, ഗയ, അങ്ക. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? വൈശാലിയാണ് വാജി ജനപദയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത്, ശ്രീലങ്ക ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ബൈ. നമുക്കറിയാലോ ശ്രീലങ്ക ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ബൈ ഏത് സ്ട്രെയിറ്റ് ആണ്? ഇറ്റ് ഈസ് ബൈ ദി പാക് സ്ട്രെയിറ്റ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതേസമയം ദ ഇസ്തുമസ് ഓഫ് പനാമ സെപ്പറേറ്റ് ചെയ്യുന്നത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കേനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. ആൻഡ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത് യൂറോപ്പും അതേപോലെ തന്നെ ആഫ്രിക്കയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ജിബ്രാൾട്ടർ
ആൻഡ് ഇസ്തമസ് ഓഫ് ക്ര എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ആൻഡമാൻ സീ ആൻഡ് ഗൾഫ് ഓഫ് തായ്ലൻഡ്. ഗൾഫ് ഓഫ് തായ്ലൻഡും ആൻഡമാൻ സീയുടെ ഇടയിലായിട്ടാണ് ഇസ്തമസ് ഓഫ് ക്ര വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 20 ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും.